ഹലോ, ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 മാങ്ങ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ കണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ ഒരു 2.5 ടീസ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാങ്ങയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കണം. ഇത് ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കണം. ഇതിൽ നിന്ന് ഈ കല്ലുപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ മാങ്ങയിലേക്ക് നന്നായി പിടിച്ചിട്ട് വരണം. അപ്പോൾ ഇത് നമുക്കൊരു 4-5 മണിക്കൂർ ഇത് മാറ്റി വെക്കും. അപ്പോൾ രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ രാത്രി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കാലത്തെടുത്തിട്ട് നമുക്ക് അച്ചാറിട്ടാൽ മതി. ഇപ്പം ഞാനിതിപ്പോൾ പകലാണ് കാണിക്കുന്നത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാത്രിയിലാണ് നമ്മളിത് അച്ചാറിടാൻ പോകുന്നുള്ളൂ. ഇനി ഇത് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. നമ്മളെ മാങ്ങ ഒരു 5-6 മണിക്കൂർ ഉപ്പ് തിരുമ്പി വെച്ചതാണ്. ഇപ്പോൾ ഇതാണ്ടോ ഇതിന് നന്നായിട്ട് ഇതൊരു സ്മെല്ലൊക്കെ ഇടുന്നുണ്ട് ഉണ്ടോ. നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഉണ്ടോ. ഇനി ഈ വെള്ളത്തിൽ വേണം നമുക്കിത് അച്ചാറിട്ട് തുടങ്ങാൻ. ഇനി നമുക്ക് അച്ചാറിടാനുള്ള പരിപാടി തുടങ്ങാം. അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ഒട്ടും ഇതിൽ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൻ്റെ അംശം പോലും നമ്മൾ ഈ അച്ചാറിൽ നമ്മൾ എടുക്കുന്ന ടീസ്പൂണിൽ പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. എന്നാലാണ് അച്ചാർ കേടുകൂടാതെ കുറച്ച് കാലം ഇരിക്കുള്ളൂ. നമ്മൾ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒരു 4-5 ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് കടുകും ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ്, ഒരു 1.5 ടീസ്പൂണ് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ മുളക് പൊടിയോ അച്ചാർ പൊടിയോ എന്താണെന്ന് വെച്ചെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണ് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല, ഒട്ടും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മാങ്ങയിൽ നേരത്തെ തന്നെ ഉപ്പിട്ട് വെച്ചതാണല്ലോ, അതുകൊണ്ട് നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് നോക്കിയിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഈ മാങ്ങയുടെ വെള്ളത്തോടുക്കിനെയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ സുറുക്കൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈ അച്ചാറിൽ. നമുക്ക് ഇതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം. മാങ്ങ ഒന്നും ഉടഞ്ഞു പോകരുത്, വലുത് ഉടഞ്ഞു പോകരുത്.
അതിന് മുന്നേ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റാം. ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാസം വേണമെന്നുണ്ടെങ്കിലും കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ വെള്ളത്തോടുക്കനുള്ള കയ്യിലോ ടീസ്പൂണോ ഒന്നും നമ്മൾ ഇതിൽ തൊടിക്കാതിരിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഒരു ചില്ല് ഗ്ലാസ്സിലാക്കിയിട്ട് മൂടിയിട്ട് നമുക്ക് എത്ര മാസം വേണമെങ്കിലും എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.